आपके सामने शेयर करना चाहता हूँ। മത്തായി സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. मत्ती सुसमाचार उसका 18 अध्याय 10 और 11 पदों को हम पढ़ेंगे। मत्ती सुसमाचार उसका 18 अध्याय 10 और 11। देखो तुम इन छोटे में से किसी एक को भी तुच्छ न जानना, क्योंकि मैं तुमसे कहता हूं कि स्वर्ग में उनके दूत मेरे स्वर्गीय पिता का मुंह सर्वदा देखते रहते हैं। बस उतना ही। ദൈവരാജ്യത്തിൽ നമുക്ക് അനുവർത്തിക്കാനായി നിരവധി നിയമങ്ങളും കാര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. परमेश्वर ने बहुत सारे आदेश दिया है, आज्ञाएं दिया है, जो हम परमेश्वर के राज्य में उसका पालन करें। ദൈവഭക്തന്മാർ, ദൈവമക്കൾ തമ്മിൽ ആചരിക്കേണ്ട, തമ്മിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ദൈവവചനത്തിലുണ്ട്. परमेश्वर के लोगों के बीच में पालन करने का कई आदेश हम पाते हैं। നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേലിന് ദൈവം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിയമങ്ങൾ കൊടുത്തതായി നാം കാണുന്നുണ്ട്. हम लोग पुराने नियम में पढ़ते समय परमेश्वर ने इस्राएली लोगों का आपस का व्यवहार के संबंध में बहुत विस्तृत रूप से वचन दिया था। ഒരു വ്യക്തി അവൻ അനുവർത്തിക്കേണ്ട എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ കടന്നു പോകുന്നുണ്ട്. അവന്റെ കൃഷി എങ്ങനെയായിരിക്കണം, മൃഗങ്ങൾക്കൊരു കാര്യം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, അവനൊരു അസുഖം വന്നാൽ എന്ത് ചെയ്യണം, ഇത്യാദി കാര്യങ്ങളെല്ലാം ദൈവാത്മാവ് കൃത്യമായി നൽകിയിട്ടുണ്ട്. पुराने नियम में पवित्र आत्मा साफ तरीके से, बहुत सरल तरीके से कहते हैं कि मनुष्य क्या करना है, खेती के संबंध में, जानवर के संबंध में, बीमारी के संबंध में, हर एक क्षेत्र के संबंध में आदेश दिया गया है। നാം ഇങ്ങനെ പഴയ നിയമത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ലഭിച്ച ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കും. इसलिए हम व्यवस्था विवरण में पढ़ते हैं, ऐसा जाति कौन है जिनको इतना धार्मिक नियमों को दिया गया है। പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് നിരവധി കാര്യങ്ങൾ ഈ ബന്ധത്തിൽ നമ്മോട് പറയുന്നു. प्यारो, नया नियम में परमेश्वर ने इस प्रकार के बहुत सारे सिद्धांत या नियम हमको नया नियम में भी दिया गया है। പഴയ നിയമത്തിലെ നിയമങ്ങളെക്കാൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് കടന്നുള്ള കാര്യങ്ങളാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത്. जब हम नया नियम में आते हैं तो पुराने नियम से ही गहरा नियम हमको दिया गया है। നമ്മൾ കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. ന്യായപ്രമാണം നിങ്ങളോട് പറയുന്നത് കൊല ചെയ്യരുത് എന്നാണെങ്കിൽ ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനൊക്കെയും കൊലപാതകനാകും. यीशु मसीह स्वयं इस बात को कहा है। उसने कहा है, व्यवस्था में लिखा है हत्या नहीं करना, मैं तो बोलता हूं कि भाई का घृणा करना वाला हत्या के समान है। വ്യഭിചാരം ചെയ്യരുത് എന്ന് പഴയ നിയമം പറയുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്നാണ് കർത്താവിന്റെ വിശദീകരണം. यीशु मसीह बताते हैं कि पुराने नियम में लिखा है व्यभिचार करना पाप है, लेकिन मैं तो कहता हूं एक स्त्री को बुरे नजर से देखते हैं वो भी पाप है। പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെതായ ഒരുപാട് നിയമങ്ങളുണ്ട്. हम जानते हैं संसार में उनका ही नियम है। നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പഠനം ആരംഭിച്ചാൽ അവിടെ ചില നിയമങ്ങളുണ്ട്. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ അവിടെ ചില നിയമങ്ങളുണ്ട്. हम एक यूनिवर्सिटी में पढ़ाई करने को जाएं, वहां एक नियम है, और काम के स्थान में जाएंगे वहां एक नियम है। ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു പൗരൻ എന്നുള്ള നിലയിലും നാം ആചരിക്കേണ്ട, അനുസരിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. एक नागरिक के रूप में भी हमें पालन करने का कई आज्ञाएं हैं, नियम है। പക്ഷേ ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ അവന്റെ നമ്മുടെ തിരുവചനത്തിൽ നിന്നുള്ള ആശയങ്ങളാണ്. लेकिन परमेश्वर का भक्त के लिए, विश्वासी के लिए सबसे बड़ा नियम पवित्र शास्त्र वचन से, बाइबल से मिलते हैं। അതിന് കാരണം പറയുന്നത്, ഈ ലോക നിയമങ്ങൾ അനുവർത്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ആഴത്തിലേക്ക് ചെന്ന
കാര്യങ്ങളാണ് വചനം നമ്മോട് പറയുന്നത്. क्योंकि संसार के जो नियम होता है उससे भी गहरा तरीके से परमेश्वर का वचन का नियम हमको समझाते हैं। ലോകത്തിലെ പല നിയമങ്ങളും വളരെ നല്ല പൗരന്മാരായി നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ. संसार के जो नियम है वो एक अच्छा नागरिक के रूप में जीने के लिए नियम है। പക്ഷേ ദൈവവചനത്തിൽ നമുക്കുള്ള നിർദ്ദേശങ്ങൾ നാം അനുസരിച്ചാൽ ഒരു നല്ല പൗരൻ എന്നുള്ള നിലയിലേക്കാൾ അപ്പുറമായി ഒരുപാട് ഉയരത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ് ദൈവവചനത്തിലെ കൽപ്പന. लेकिन परमेश्वर का वचन का जो नियमों को व्यवस्थाओं को हम पालन करेंगे, केवल साधारण तरीके से नहीं, वो आत्मिक जीवन में ऊंचे स्थान में लेके जाने वाला नियम है। നാം ഈ വായിച്ച വേദഭാഗത്തിൽ നാം കാണുന്നു നമ്മുടെ കർത്താവ് അങ്ങനെ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശമാണ്. जो वचन हमने पढ़ा यहाँ यीशु मसीह उस प्रकार का एक आदेश देते हैं। പ്രായോഗിക ജീവിതത്തിൽ നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ട ഒരു ആശയമാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. हमारे व्यवहारिक जीवन में बहुत ही संभालने का एक सच्चाई यहाँ बताया गया है। ഞാൻ ഈ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നമുക്കുള്ള സാമൂഹികമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. വചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഔന്നത്യമേറിയ കൽപ്പനകളുണ്ട്. പക്ഷേ ഒരു വിശ്വാസി എല്ലാ പൗരനും നൽകിയിട്ടുള്ള നിയമങ്ങൾ തന്നെ തെറ്റിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. जैसा मैंने कहा संसार में एक नागरिक के रूप में हमें दिया हुआ नियम है और उससे बड़ा जो नियम परमेश्वर का वचन में है। लेकिन ये बहुत दुख की बात है कि विश्वासी संसार के देश के नियमों को भी कभी तोड़ते हैं। ആ നിയമത്തെക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു വ്യക്തി നിലയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന ശ്രേഷ്ഠ നിയമങ്ങൾ വരെ അനുസരിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് നാം ഓരോരുത്തരും. हम लोग ऐसे लोग हैं जो संसार का नियम पालन करना है, उससे भी उत्तम वचन के नियमों को पालन करना है। നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. यीशु मसीह कहते हैं मत्ती सुसमाचार में, तुम्हारा धार्मिकता फरीसी और शास्त्रियों की धार्मिकता से बढ़कर का होना चाहिए। അവര് ആ കാലഘട്ടത്തിലെ ന്യായപ്രമാണത്തിന്റെ വലിയ വക്താക്കളായി അറിയപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെക്കാൾ ഉന്നതമായ ഒരു നിലവാരമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കർത്താവ് പറയും. प्रभु यीशु मसीह ने जो लोगों को, शिष्यों को कहते हैं कि जो नियम संसार के लोगों को है उससे भी बढ़कर का नियम आपको चाहिए। നമ്മൾ ആ കാര്യവും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. हमेशा मन में रखना है। അനുസരണത്തിലും പരസ്പര ബഹുമാനത്തിലും മറ്റുള്ള വിശ്വാസികളല്ലാത്ത പൗരന്മാരെക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു നില ഏത് നിമിഷവും നാം സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. हम इस बात को नहीं भूलना है कि आज्ञाकारिता में आदर करने की बातों में साधारण नागरिक से ऊंचे स्तर का जीवन हमको चाहिए। ഇവിടെ പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. अब यहाँ जो लिखा है उस पर आएंगे। ഇവിടെ പറയുന്ന വിഷയം പരസ്പരം സൂക്ഷിക്കേണ്ട ഒരു ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. यहाँ हम आपस में हमारा जो संबंध है उसमें संभालने की एक बात कहते हैं। ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനോട്, അല്ലെങ്കിൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് പുലർത്തേണ്ട എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പരസ്പരം സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. यहाँ लिखा है विश्वासी आपस में संभालने का एक विषय के बारे में। ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളും. आप ध्यान रखो कि ये छोटे में से किसी एक को भी तुच्छ न जाने। ആരാണ് ഈ ചെറിയവൻ? ये जो छोटा कौन है? 6-ാം വാക്യത്തിന്റെ ആദ്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ. 6 पद का 18 अध्याय का 6वां पद में पढ़ते हैं, जो कोई इन छोटे में से जो मुझ पर विश्वास करते हैं। ഇവിടെ പറയുന്ന ചെറിയവർ വിശ്വാസികൾ എന്ന ഒരു വിഭാഗത്തെ മുൻനിർത്തി അവർ തമ്മിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
यहाँ विश्वासियों के बीच में जो बातें होता है उसके संबंध में लिखा है। എങ്ങനെയാണ് വിശ്വാസികളിൽ ചെറിയവരും വലിയവരും ഉണ്ടാകുന്നത്? किस प्रकार विश्वासियों के बीच में छोटे बड़े हो सकते हैं? നമ്മളെല്ലാവരും ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവരും ദൈവം മുമ്പാകെ ഒരേ വിലയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുമായ ആളല്ല. हम सब पर में एक ही प्रकार उद्धार पाया, धर्मी ठहराया, एक ही कीमत देके हमें खरीदा गया है। എല്ലാവരുടെയും ആത്മാവ് ആണ് ഏറ്റവും വിലപ്പെട്ടത്. അതെല്ലാം നമ്മൾ തുല്യരാണ്. हम सबके आत्मा एक एक के आत्मा बहुमूल्य है और हम सब उसी प्रकार एक है। പക്ഷേ ഇവിടെ കർത്താവ് ഉപയോഗിക്കുന്ന ഈ ചെറിയവൻ വലിയവൻ എന്നുള്ള വാക്കുകൾ ഒരു ആശയം നമുക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. लेकिन यहाँ ये छोटे बड़े का शब्दों का इस्तेमाल प्रभु ने किया, वो हमें एक सच्चाई समझाने के लिए किया। ഞാൻ പല പ്രാവശ്യം ആരാണ് ഈ ചെറിയവൻ ആരാണ് ഈ വലിയവൻ എന്ന് ചിന്തിക്കുവാനിടയായി. मैंने कई बार सोचा ये छोटा कौन है, बड़ा कौन है। എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ചെറിയവൻ എന്നുള്ളത് അത് പരസ്പരം മനസ്സിൽ കരുതുന്ന ഒരു മാനസിക നിലയാണ്. मैं समझता हूँ ये छोटा बड़ा अपने मन के अंदर जो विचार रखते हैं वो है। ഇവിടെ പറയുന്നത് ചെറിയവൻ വലിയവൻ ചെറിയവനെ തുച്ഛീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. यहाँ हम जो पढ़ते हैं कि बड़ा छोटे को तुच्छ मान सकते हैं। ഈ തുച്ഛീകരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് പല ഭാഷാന്തരങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ചെറുതായി കാണുക. ये तुच्छ मानना हम अलग अलग भाषा में समझ सकते हैं, छोटा समझना। ലുക്ക് ഡൗൺ എന്ന് ചില ഭാഷാന്തരങ്ങളിൽ പറയുന്നു. इंग्लिश में उसको लुक डाउन बोलते हैं। എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ചെറിയ ആൾ എന്ന് കരുതുക എന്നാണ് അതിന്റെ ആശയം. उसका मतलब यह है कि हम हमारे मन में समझते हैं वो हमसे छोटा है। എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തിൽ നമുക്ക് മറ്റൊരു വിശ്വാസിയോട് വളരെ ഇനി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാൻ കഴിയുന്ന, എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പെരുമാറാൻ കഴിയുന്ന സ്വാതന്ത്ര്യം എനിക്ക് തോന്നുന്ന ചില വിശ്വാസികളുണ്ടാവും. ऐसा हमारे मन में होगा कि कुछ लोगों से हम कैसा भी व्यवहार कर सकते हैं, कुछ भी बोल सकते हैं। എനിക്ക് എന്തും പറയാൻ, എനിക്ക് എല്ലാവരുടെ അടുത്തും അതങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ ചില ആളുകളുടെ അടുത്ത് എനിക്ക് എന്തും സംസാരിക്കാനാണ്. सबके सामने में सब कुछ नहीं बोल सकता, लेकिन कुछ लोगों के सामने में सब कुछ बोल सकता हूँ। അവരോടുള്ള പെരുമാറ്റവും എനിക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാൻ കഴിയും. उनके साथ में कैसा भी व्यवहार भी कर सकते हैं। അവരോട് എന്റെ റെസ്പെക്ട് ഏത് നിലയിൽ കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉള്ളൊരു അവകാശം എനിക്കുള്ളതുപോലെ സ്വയം വിചാരിക്കുന്നു. हम स्वयं सोचते हैं कि उनके प्रति जो आदर है कम कर सकते हैं या बड़ा कर सकते हैं कभी भी। പിന്നെ അവരവിടെ ഇല്ലെങ്കിൽ കൂടെയും അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ ഏത് നിലയിൽ സംസാരിക്കാനും എനിക്ക് ഒരു അധികാരമുള്ളതുപോലെ തോന്നുന്ന ചില ആളുകൾ. और हमको कभी लगेगा कि यदि वो हमारे सामने नहीं है तो भी उनके बारे में कैसा भी हम बातें कर सकते हैं। ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെറിയവൻ എന്നുള്ളത് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചല്ല പറയും. അത് വളരെ ആപേക്ഷികമായ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. मेरा कहने का तात्पर्य यह है कि ये छोटा बड़ा वो ऐसा एक फिक्स्ड तरीके का छोटा कोई नहीं है, केवल मन का विचार है। അത് എന്റെ മനോനിലയാണ് അല്ലെങ്കിൽ മറ്റൊരു സഹോദരന്റെ മനോനിലയാണ്. ये मेरा मन का भावना है या दूसरा कोई व्यक्ति का मन का भावना है। ഒരു 20 പേരുള്ള അല്ലെങ്കിൽ ഒരു 10 പേരുള്ള ഒരു കൂട്ടത്തിൽ 10 പേർ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഒരുപക്ഷെ ഞാൻ ചെറിയവനാണെന്ന് കരുതുന്ന വേറെ കുറച്ച് ആളുകളുണ്ടാവും. यदि 10 या 20 लोगों के बीच में कोई सोचता होगा मैं छोटा हूँ। അല്ല, ഞാൻ ചെറിയവരാണെന്ന് ഞാൻ നോക്കിക്കാണുന്ന ചില ആളുകൾ അതിനകത്ത് എനിക്കുണ്ടാവും ചിലപ്പോ. वो जो 20 लोगों के अंदर कोई होगा जो मुझे देखकर सोचते हैं कि मैं छोटा हूँ। ഇല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു സംഘത്തിൽ ചെറിയ ആൾക്കാരാണെന്ന് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും.
मेरे मन में भी ऐसा हो सकते हैं कि वो जो 20 लोगों का झुंड में कुछ लोग छोटे हैं പക്ഷേ ആ സംഘത്തിലെ അടുത്തയാൾ വിചാരിക്കുന്നത് വേറെ കുറച്ച് ആൾക്കാരാണ് ചെറിയവരെന്നാണ്. और वहां के कुछ लोग सोचते हैं और कोई छोटे हैं, അതിനകത്ത് മറ്റൊരാൾ കരുതുന്നത് ബാക്കി എല്ലാവരും ചെറിയവരാണെന്ന്. और कोई सोचता होगा कि वहां के सभी लोग छोटे हैं, അതിനകത്ത് മറ്റൊരാൾ കരുതുന്നത് അതിനകത്ത് രണ്ടുപേർ മാത്രമാണ് എന്നെക്കാൾ ചെറിയവരെന്നായി. और ने तो और कोई सोचेगा केवल 2 लोग छोटे हैं, बाकी सब बड़े हैं। ചിലപ്പോൾ ഏറ്റവും അവസാനത്തവൻ കരുതുന്നത് ബാക്കി എല്ലാവരും എന്നെക്കാൾ വലിയവരാണെന്നായി. और अंतिम में जो है वो सोचता होगा बाकी सब मेरे से बड़ा है। ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെറിയവൻ വലിയവൻ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഒരു വീക്ഷണകോൺ അല്ലെങ്കിൽ മനോനില മാത്രമാണ്. मेरा कहने का तात्पर्य यह है कि छोटा या बड़ा ये एक एक व्यक्ति के अंदर का भावना होता है। ഒരുപക്ഷെ പല കാര്യങ്ങൾ മനസ്സിൽ കണക്കാക്കിയും മാനുഷികമായ പല കാര്യങ്ങളെ നോക്കിക്കണ്ടുമായിരിക്കും അങ്ങനെയുള്ളൊരു വീക്ഷണകോണിലേക്ക് ഒരാൾ എത്തുന്നത്. कई कारण से इस प्रकार का एक दृष्टिकोण में हम पहुंचते हैं। പക്ഷേ ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മനസ്സിൽ എന്ത് തോന്നിയാലും ഏതൊക്കെ കാര്യങ്ങൾ മുൻകണ്ടോ അധികാരങ്ങളോ അവർക്കുള്ള ജീവിത നില സാഹചര്യങ്ങളോ എന്തൊക്കെ കണ്ട് നിന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നിയാലും നീ നിന്റെ മനസ്സിൽ സൂക്ഷിക്കേണ്ട, മാറിപ്പോകാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. यहाँ प्रभु यीशु मसीह बताते हैं कि हमारे मन में कौन सा भी भावना हो, इन छोटे में से किसी एक को भी तुच्छ न जानना। പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹവിശ്വാസികളെ ഒരിക്കലും ആ നിലയിൽ കാണുവാൻ നമുക്ക് പാടില്ല. प्यारो, हमारे सह भाइयों को किसी भी प्रकार इस प्रकार नहीं देखना चाहिए। 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും. 11वां पद में हम अंत में पढ़ते हैं, स्वर्ग में उनके दूत मेरे स्वर्गीय पिता का मुंह सर्वदा देखते रहते हैं। ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശാലമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ പലരും പറയുന്നത് വായിക്കാനിടയായി. ये जो वचन के बारे में कई लोग कई बातें कहते हैं। ചിലർ പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാർ വിശ്വാസികൾക്ക് ചുറ്റും സംരക്ഷണ കവചം ഒരുക്കി നിൽക്കുന്നുണ്ട്, അവര് കൂടി അതിന് ദൃക്സാക്ഷികളാകും എന്നാണ് പറയുന്നത്. कुछ लोग बोलते हैं कि स्वर्गदूत हर एक विश्वासियों के चारों तरफ पहरा करते हैं, इसलिए वो देखता होगा, वो गवाह होगा। നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൂതൻ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നത് നാം കാണുന്നുണ്ട്. हम पढ़ते हैं कि परमेश्वर का भक्त के चारों तरफ परमेश्वर डेरा करते हैं, संभालते हैं, छुड़ाते हैं। രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയോടൊപ്പം അവൻ സഞ്ചരിക്കുന്ന സമയത്ത്, അവൻ സംസാരങ്ങൾ കേൾക്കുന്ന സമയത്ത്, അവന്റെ എല്ലാ ജീവിത പദങ്ങളിലും അവനോടൊപ്പം ദൈവിക ശക്തിയായ ദാസന്മാരായ ദൂതന്മാർ ഉണ്ട് എന്ന് നാം പഠനത്തിൽ കാണുന്നുണ്ട്. हम परमेश्वर का वचन में पढ़ते हैं, परमेश्वर के लोगों के साथ स्वर्गदूत हमेशा उनका पहरा करते हैं, उनका प्रोटेक्ट करते हैं। പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു പുറത്തേക്ക് വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടം പറയുന്നുണ്ട്, ഇത് പത്രോസ് അല്ല, പത്രോസിന്റെ ദൂതനാണ് എന്ന് പറയുന്നതായി നമ്മൾ വായിക്കുന്നു. पतरस वापस आते हैं जेल में से, और जो प्रार्थना करने वाले झुंड कहते हैं वो पतरस नहीं होगा, उसका दूत आया होगा। പ്രിയപ്പെട്ടവരെ, ഏതായാലും വിശ്വാസികളായ ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. कोई भी व्यक्ति जो उद्धार पाते हैं वो परमेश्वर का बन जाते हैं। സാക്ഷിയുള്ള ഈ ജഡത്തിലാണ് അദ്ദേഹം വസിക്കുന്നതെങ്കിലും അദ്ദേഹത്തെ സൂക്ഷിക്കുന്നത് ദൈവിക ശക്തിയുടെ സംരക്ഷണം അദ്ദേഹത്തിന്. कमजोर शरीर में रहते हैं तो भी परमेश्वर उनको अपनी शक्ति से उनको संभाल रहा है। ഓരോ മുടിയും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. हर एक बालों को परमेश्वर गिनकर रखा है, संभाला है। അങ്ങനെയുള്ള ദൈവിക സംരക്ഷണത്തിലുള്ള ഒരു വിശ്വാസിയുടെ അത്രയേറെ വിലപ്പെട്ടവരാണ് അദ്ദേഹം എന്നുള്ളത് പലപ്പോഴും നാം പല കാര്യങ്ങൾ ഓർത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും മറന്നു പോകാൻ സാധിക്കും. ये संभव होगा कि ये बात को हम भूल जाएगा
हम बात करते समय या व्यवहार करते समय। ഇത് ഈ അവരുടെ സന്നിധിയിലുള്ള ദൂതൻ ആ വ്യക്തിയുടെ തന്നെ ആത്മാവാണെന്ന് പറയുന്ന ഒരു അഭിപ്രായം ഞാൻ വായിക്കുന്നുണ്ട്. ऐसा भी कुछ लोग कहते हैं कि ये जो दूध लिखा है वो उसकी आत्मा है। നാം തിരുവചനത്തിൽ ചേർത്ത് ചിന്തിച്ചാൽ ഏത് വിശ്വാസിക്കും അവൻ ആത്മീകമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നു. हम वचन के अनुसार हम समझ सकते हैं कौन सा भी विश्वासी आत्मिक रूप से परमेश्वर के सामने खड़े होने का योग्यता उसको है। എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു വിശ്വാസിക്ക് अधिकारमुंड। इब्रानी की पत्री में पढ़ते हैं एक विश्वासी को कौन सा भी समय में प्रभु के अनुग्रह के सिंहासन के पास पहुंचने का अधिकार है। വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതനായിരുന്ന ഇസ്രായേലിലെ മഹാപുരോഹിതൻ കടന്നുപോയിരുന്നത് ഒരു സമാഗമന കൂടാരം എന്ന നിഴലിലേക്കായിരുന്നു. साल में एक बार जो यहूदियों का महायाजक वो जो मंदिर के अंदर पहुंचते थे केवल शैडो में छाया मात्र मंदिर में गया। ആ സമാഗമന കൂടാരത്തിന്റെ അതിന്റെ പൊരുളായതിലേക്കാണ് നമ്മുടെ മഹാപുരോഹിതൻ കടന്നുപോയിരിക്കുന്നത്. हमारा महायाजक प्रभु यीशु मसीह उसका ओरिजिनल मंदिर में स्वर्गीय मंदिर में प्रवेश किया है। ആത്മീകമായി ആ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ രാജകീയ പുരോഹിത വർഗമായ ഏത് വിശ്വാസിക്കും अधिकारमुंड। हर एक विश्वासी को ये अधिकार है, हक है उस मंदिर में उस कृपा अनुग्रह के सिंहासन पर पहुंचने को। പ്രിയപ്പെട്ടവരെ, ഈ തുച്ഛീകരിക്കാൻ നാം തുനിയുമ്പോൾ, അദ്ദേഹത്തെ ചെറുതായി കാണാൻ നാം തുനിയുമ്പോൾ നാം എപ്പോഴും ഈ സത്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. जब किसी को हम छोटा समझते समय ये सच्चाइयों को हमारे मन में रखना है। ഈ വേദഭാഗത്തിന് മുൻപ് പറഞ്ഞു വരുന്നത് ഇടർച്ച വരുത്തുന്നതിനെ കുറിച്ചാണ്. और उसके पहले के पदों में लिखा है ठोकर खाने के बारे में। പ്രിയപ്പെട്ടവരെ, പരസ്പരം ഇടർച്ച വരുത്തുന്നതും തുച്ഛീകരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. आपस में ठोकर का कारण बनना भी तुच्छ मानने का जैसा है। എത്രമാത്രം ഗൗരവത്തോടെയാണ് ദൈവം അത് കാണുന്നതെന്ന് ഈ വേദഭാഗത്തിൽ ദൈവാത്മാവ് പറയുന്നു. यहाँ देखने से मालूम पड़ेगा कि कितना गहराई से गंभीरता से प्रभु इस विषय को देखते हैं। പ്രിയപ്പെട്ടവരെ, മറ്റൊരു കൂട്ടു സഹോദരൻ, ഒരു കൂട്ടുവിശ്വാസിക്ക് ഒരു നിലയിലും ഇടർച്ച വരുത്താതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. एक विश्वासी दूसरा एक विश्वासी को किसी भी प्रकार ठोकर का कारण नहीं बनना चाहिए। അതിനെ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഇടറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ये ठोकर करना खाना मतलब क्या है? നാം എല്ലാവരും വലിയ ഓട്ടക്കളത്തിൽ ഓടുന്ന ആളുകളാണ്. हम सब ऐसा एक बड़ा दौड़ में है जो सब लोग दौड़ रहा है। പൗലോസ് പറയുന്നുണ്ട്, ബിരുദ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നാം. हम सब विजय पाने के लिए दौड़ रहे हैं। എന്നാൽ ആ ഓട്ടത്തിൽ ഒരാൾ ഇടറുവാൻ നാം കാരണമാകാൻ പാടില്ല. लेकिन ये जो दौड़ में किसी भी एक व्यक्ति को हम ठोकर का कारण नहीं बनना चाहिए। ഞാനൊരു കുറെ നാൾ മുമ്പ് ഒരു രാജ്യാന്തര അത്ലറ്റ് മത്സരത്തിൽ കണ്ട ഒരു ക്ലിപ്പ് ഓർത്തു പോകും. मैंने किधर भी ऐसा एक दौड़ को देखा जो बाहर गांव में हुआ। കൂടെ ഓടുന്ന ആളിനെ വീഴിക്കാനാണ് ശ്രമിക്കുന്നത്. जो दौड़ रहे हैं उसमें से एक दूसरे को गिराने का प्रयास करते हैं। അദ്ദേഹത്തിന്റെ കാലടക്ക വയ്ക്കുക, വീഴ്ത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഓട്ടക്കളത്തിൽ കൂടെയോടുന്നയാളെ പരാജയപ്പെടുത്തുന്ന ചിന്താഗതി വന്നു പോകാനായിട്ട് साध्यता। ये संभव है कि जो खिलाड़ी जो दौड़ने वाला दूसरे को गिराने के लिए वो पाव से उनको गिराने का प्रयास करते हैं, वो हमारे भी जीवन में आ सकते हैं। എന്താണ് ഇവിടെ പറയുന്ന ഈ ഇടർച്ച? ये जो ठोकर का कारण मतलब क्या है? ഇടർച്ച എന്നുള്ളത് അതിന്റെ ഒരാശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
അദ്ദേഹത്തിലെ ജഡീകമായിട്ടുള്ള ഒരു ഭാഗം ഉണരാൻ കാരണമായിട്ടുള്ള ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ. दूसरा विश्वासी का ये जो ठोकर खाने का मतलब, ठोकर करने का मतलब यह है कि दूसरे के अंदर जो शारीरिक स्वभाव है उसको जगाने का कुछ भी हम नहीं करना चाहिए. ജഡീകമായ ഭാവം ഉണർന്നാൽ അദ്ദേഹത്തിന് ഓടാൻ കഴിയില്ല. यदि उनके अंदर जो शारीरिक स्वभाव होता है, वासना होता है, वो जागेगा तो वो दौड़ में आगे नहीं बढ़ेगा. ഒരു വിശ്വാസിയോട് പെരുമാറുമ്പോൾ നാം ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം. एक विश्वासी के साथ നമ്മുടെ व्यवहार करते हैं तो ये बात को मन में रखना है. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ വാക്കുകൊണ്ട് നാം ക്ഷീണിപ്പിച്ചാൽ, വിഷമിപ്പിച്ചാൽ, അദ്ദേഹം ഒരുപക്ഷെ നിരാശയിലേക്ക് പോയേക്കാം. उदाहरण के रूप में हमारे शब्दों के द्वारा किसी को हम गिराएगा, तो किसी को हम डिस्करेज करेगा, तो शायद वो कमजोरी में गिर जाएगा. ഒരു പക്ഷേ അഭിനന്ദിക്കേണ്ട ഒരു സമയത്ത് നാം അത് ചെയ്യാതിരിക്കുന്നത്, നാം അത് അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം. किसी को प्रोत्साहन देने के समय में यदि नहीं करेगा तो उसको निरुत्साह करना जैसा है. വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നതിൽ സംസാരിച്ച് അദ്ദേഹം ചില നിമിഷങ്ങൾ ദുഃഖിച്ചിരുന്നാൽ അത് ജഡഭാവം ഉണരുന്നതിന് കാരണമായിട്ട് മാറും. यदि हमारे शब्दों से किसी को दुख दिया और वो दुखी होकर बैठा तो उनके अंदर का शारीरिक वासना आ सकते हैं. നമുക്കറിയാം, ഒരു വിശ്വാസി എപ്പോഴും സന്തോഷിക്കേണ്ട ആളാണ്. हम जानते हैं कि विश्वासी हमेशा खुश रहना है. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കേണ്ട ആളാണ് വിശ്വാസി. एक विश्वासी प्रभु में हमेशा आनंदित रहना है. ദുഃഖിച്ചിരിക്കാൻ പാപത്തെക്കുറിച്ചല്ലാതെ, പശ്ചാത്താപത്തിന്റെ ദുഃഖമല്ലാതെ മറ്റൊരു ദുഃഖം ഒരിക്കലും ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ല. पाप के अलावा और किसी विषय से वो दुखी होने का जरूरत नहीं होना चाहिए. അങ്ങനെ ആണ് ഒരു വിശ്വാസിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കൂട്ടുവിശ്വാസി ചെന്ന് ഒരു വിശ്വാസിയെ ദുഃഖിപ്പിക്കുന്ന നിലയിലുള്ള സംസാരങ്ങൾ നടത്തിയാൽ അത് ആ കൂട്ടുവിശ്വാസി ഇടറാൻ കാരണമായി. लेकिन ऐसे समय में विश्वासी दूसरा विश्वासी को शब्दों से दुख देगा तो उनको ठोकर का कारण बन रहे हम. എപ്പോഴും സന്തോഷിക്കേണ്ട വിശ്വാസി തലയ്ക്ക് കൈ കൊടുത്ത് വളരെ ദുഃഖിതനായിട്ട് ഇരുന്നു. हमेशा खुश रहने का विश्वासी दुखी होकर बैठते हैं. പ്രിയപ്പെട്ടവരെ, നാം സംസാരിക്കുന്ന വിഷയങ്ങളിൽ ചിലപ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ വളരെ സന്തോഷകരമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. जब हम दूसरे के गलती के बारे में, दूसरे के संबंध में हम बात करते समय खुशी से हम शायद बोलेंगे. നാം സദസ്യങ്ങളിൽ വായിക്കുന്നുണ്ട്, ഏഷണിക്കാരന്റെ സാധുഭോജ്യങ്ങളെ ആഗ്രഹിക്കരുത് എന്ന് വായിക്കുന്നു. हम नीति वचन में पढ़ते हैं कि कहानी सुनाने वालों का खाना पसंद नहीं करना चाहिए. അവിടെ അദ്ദേഹം പറയുന്ന സത്യവിരുദ്ധമായ കുറ്റങ്ങൾ കേട്ടിരിക്കുന്നത് മൂന്നാമനായി എനിക്ക് ചിലപ്പോൾ അല്പം സന്തോഷം തോന്നിയേക്കാം. वो जो व्यक्ति जो झूठी झूठी बातें कहते हैं सुनने में मुझे अच्छा लगेगा. പക്ഷേ ഏഷണി പറയുമ്പോൾ അവിടെ വിശ്വാസി ഇടറുകയാണെന്ന് നാം ഓർത്തിരിക്കും. लेकिन हम जब एक दूसरे के खिलाफ बातें करते समय विश्वासी को ठोकर का कारण बनते हैं. അവൻ അവിടെ ആസ്വദിക്കുന്നതായി തോന്നുന്നത് അവന്റെ ജഡഭാവമാണ് അതിൽ ആസ്വാദനം കണ്ടെത്തുന്നത്. और जो आनंद विश्वासी पाते हैं उनका शारीरिक स्वभाव का कारण ऐसा होते हैं. നിങ്ങളിലെ അദ്ദേഹത്തിലെ ആത്മീയ മനുഷ്യനല്ല ഒരിക്കലും അതിൽ സന്തോഷിക്കുന്നു. उसका आत्मिक मनुष्य उसमें आनंदित नहीं होते हैं. ആത്മീക മനുഷ്യന്റെ ചെവിയിലല്ല അത് കേൾക്കുന്നത്. आत्मिक मनुष्य वो नहीं सुनते हैं. പ്രിയപ്പെട്ടവരെ, അത് ജഡമനുഷ്യന്റെ ചെവിയിൽ കേൾക്കുകയാണ് ചെയ്യുന്നത്. वो शारीरिक मनुष्य का कान में वो सुना रहा है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നാം ചെയ്യുന്ന ഏത് കാര്യങ്ങൾ കൊണ്ടും കൂട്ടുവിശ്വാസിയിലെ ജഡമനുഷ്യനാണ്
അതിന്റെ പോഷണം കിട്ടുന്നതെങ്കിൽ ആ മനുഷ്യനെ കാല് വെച്ച് വീഴ്ത്തുന്നത് പോലെ ഇടറുമാറാക്കുന്ന ഒരു കാര്യം. यदि हमारे जो शब्दों के द्वारा, कार्यों के द्वारा दूसरा विश्वासी के शारीरिक स्वभाव को भोजनम दे रहा है, तो उसको पाव से गिराने का जैसा हम कार्य कर रहा है. കൂട്ടുവിശ്വാസികളെ ഒരിക്കലും തുച്ഛീകരിക്കാതിരിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. परमेश्वर की आत्मा हमें सहायता करे कि विश्वासियों को हम कभी भी तुच्छ न माने. ക്രൈസ്തവ വിശ്വാസ കൂട്ടങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു മുഖം അവർ സൂക്ഷിക്കുന്ന അസാധാരണമായ സമഭാവമാണ്. मसीह विश्वासियों का सबसे बड़ा गुण ये है कि उनके बीच में जो एकता है. സ്വർഗീയമായിട്ടുള്ള ആ കൂട്ടത്തിൽ അന്ന് വിവിധ ഭാഷക്കാർ, വിവിധ ദേശക്കാർ, പല പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. स्वर्ग में ऐसा एक समय होगा, अलग अलग भाषा से, खानदान से, परिवार से, देश में से सब मिलकर आया है, एक साथ प्रभु की स्तुति करते हैं. ഈ ലോകത്തിൽ ആ ദൈവജനമായിരിക്കുമ്പോഴും അവർ സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യമാണ്. എല്ലാവരെയും അവർ ആ സമഭാവനയിൽ കാണാൻ കഴിയും. अलग अलग परिस्थिति से है तो भी विश्वासी लोग सबको आपस में एक भावना से देखते हैं, एक तरीके से देखते हैं. നാം ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. हम फिलिपियों की पत्र में पढ़ते हैं, एक दूसरे को अपने से श्रेष्ठ समझें. നാം അറിയുന്ന ഏത് വിശ്വാസിയും അദ്ദേഹത്തിന്റെ മറ്റു സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അദ്ദേഹം നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദന. कोई भी विश्वासी जो कौन सा भी परिस्थिति का हो, परमेश्वर प्रभु यीशु मसीह के खून से छुड़ाया हुआ एक प्रभु का बेटा है. അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലെല്ലാം സ്വർഗം അതീവ ശ്രദ്ധാലുവായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. उनके सारी बातों के ऊपर पवित्र स्वर्ग ध्यान दे रहा है. ഓരോ മുടിനാരും വീഴുന്നതിന് പോലും കൗണ്ട് സ്വർഗം സൂക്ഷിക്കുന്നുണ്ട്. और उनका एक एक बाल भी जो गिरते हैं, स्वर्ग ध्यान देते हैं. അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലെ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിന്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. उनका जीवन का सारा मार्ग और सारी रास्ता स्वर्ग के नियंत्रण में है. സ്വർഗീയ ദൂതന്മാർ ചുറ്റും പാളയമിറങ്ങി അവിടെ സംരക്ഷിക്കുന്നുണ്ട്. स्वर्ग का स्वर्गीय दूत लोग उनको संभाल रहा है. ആ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. वो जो शरीर उनका जो है पवित्र परमेश्वर का मंदिर है. പ്രിയപ്പെട്ടവരെ, നാം ഈ വേദഭാഗം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു വരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमें सहायता करे कि हमेशा ये जो वचन हमारे मन में रहे. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും. स्वर्ग में उनके दूत मेरे स्वर्गीय पिता का मुंह सर्वदा देखते रहते हैं. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ക്രിസ്തുവിലേക്ക് വന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ എത്രമാത്രം വാല്യൂവിലേക്ക്, മൂല്യത്തിലേക്ക് കുതിച്ചുയരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. हम हमेशा मन में रखना है कि एक विश्वासी प्रभु में आते समय कितना ऊंचे स्थान में वो पहुंच जाते हैं. അവന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഒന്നുമല്ലാതായി മാറുകയാണ്. उनका सारी बातें वहां कुछ नहीं बनते हैं. എല്ലാ മറ്റ് ലോകപരമായ കുറവുകളും അവിടെ ഉരുകയില്ലാതെയാകുന്നു. उनका सारी कमियां वो हट जाते हैं. ഈ വാക്യം നാം എപ്പോഴും ഓർക്കണം. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം അവർ എപ്പോഴും കാണുകയാണ്. स्वर्गीय पिता का मुंह वे सर्वदा देखते हैं. എന്റെ വാക്കുകൊണ്ട് അവരുടെ മുഖം ഒന്ന് കുനിഞ്ഞാൽ ആ മുഖം ചിലപ്പോൾ നേരെ തിരിയുന്നത് കൃപാസനത്തിലേക്കാണ്. मेरा शब्दों के वजह से उनका मुख नीचे आएगा तो उनका मुख आगे अनुग्रह के सिंहासन की ओर देखेगा. അവൻ അവിടേക്ക് കടന്നു ചെല്ലാൻ അധികാരമുള്ളവനാണ്. और वहां वो जा सकते हैं, उसका जाने का अधिकार है. നാം പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഒരു തടവുപുള്ളി പൗലോസിലൂടെ രക്ഷയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും.
पौलुस का जो सफर में हम पढ़ते हैं, उनके साथ जो सफर किया, वो उद्धार पाते हैं, प्रभु में आते हैं। ഫിലേമോന് ലേഖനം എഴുതുന്നതിന്റെ ആ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. फिलेमोन का लेटर का जो बैकग्राउंड आप जानते हैं। ജയിലിൽ അടയ്ക്കപ്പെട്ട പൗലോസ് അവിടെ വെച്ച് ഒരു കൂട്ടുതടവുകാരനെ പരിചയപ്പെടുന്നു, ഒനേസിമോസ്. जेल में जब ओनेसिमोस था, उसको पौलुस मिला। ഒനേസിമോസ് ലോകത്തിന്റെ വീക്ഷണത്തിൽ ഒരു തടവുപുള്ളി മാത്രമാണ്. ओनेसिमोस संसार के लोगों के नजर में गुनहगार है। റോമൻ അധികാരങ്ങൾക്ക് കീഴിലും ഒരു വിലയുമില്ലാത്ത ഒരു മനുഷ്യൻ. रोमी अधिकार के नीचे ऐसा एक इंसान जिसका कोई वैल्यू नहीं है। പക്ഷേ രക്ഷിക്കപ്പെട്ട് വിശ്വാസിയായി കടന്നു വന്നപ്പോൾ പൗലോസ് ആ മനുഷ്യനെ കാണുന്ന ഒരു വില നമുക്ക് ആ എഴുത്തിൽ കാണാൻ കഴിയും. फिलेमोन का पत्रिका से देख सकते हैं कि उद्धार पाने के बाद वो जो व्यक्ति किस प्रकार का परिवर्तन पाया, किस प्रकार पौलुस ने उसको एड्रेस करते हैं। പൗലോസ് ആ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഒനേസിമോസിന് വേണ്ടി പൗലോസ് വാദിക്കുക. पौलुस उनको अपने छाती के साथ रखते हैं और उनके लिए वो वाद उनके लिए वो विनती करते हैं फिलेमोन से। എവിടെ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങിപ്പോന്നോ അതേ ആളുകളുടെ അടുത്തേക്ക് തിരിച്ചയക്കാൻ പൗലോസ് ധൈര്യപ്പെടുകയാണ്. വേറൊരാളുടെ അടുത്തേക്കല്ല അയച്ചത്, എവിടെ നിന്ന് പോന്നു അവിടേക്കാണ് അയച്ചത്. जहां से वो बेचकर भागकर गया, वहां ही उसको बेचने का प्रयास करते हैं पौलुस। പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന എത്രയോ വലിയ പദവിയാണെന്ന് നാം ഓർക്കുന്നു. हम इस बात को मन में रखना है कि विश्वास में आते समय, उद्धार पाते समय एक व्यक्ति का क्या ऊंचा स्थान मिलते हैं। പലപ്പോഴും പക്ഷേ നാം ഇത് മറന്നുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജഡമനുഷ്യൻ അത് നമ്മളെ ഓർപ്പിക്കാതിരിക്കാനും സാധ്യത. कभी कभी हम ये भूल जा सकते हैं, हमारा शारीरिक मनुष्य हमको याद नहीं दिलाएगा। ഒരുപക്ഷെ കൂട്ടുവിശ്വാസിയുടെ പഴയ പാപങ്ങൾ നമ്മെ ഓർപ്പിച്ച് ഈ പാപം ചെയ്ത ആളല്ലേ എന്നൊക്കെ നമ്മളെ ഓർപ്പിക്കാൻ സാധ്യത. हम शायद ऐसा बोलेगा, जो सहा विश्वासी का पुराने जमाने के पापों का स्मरण करके वो पाप किया हुआ व्यक्ति है, हम याद करेगा। അന്ന് അങ്ങനെ ചെയ്ത ആളാണല്ലോ എന്ന് നമ്മളെ ഓർപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് താഴോട്ട് നോക്കി കാണാൻ നമ്മോട് പറയും. हमारे मन में ऐसा विचार आएगा, वो ऐसा किया हुआ व्यक्ति है, इसलिए उसको तुच्छ मानेंगे। നമുക്കങ്ങനെ അദ്ദേഹത്തെ വില കുറച്ച് കാണാൻ, ബഹുമാനം കുറച്ച് കാണാനുള്ള 100 കാരണങ്ങൾ പിശാച് നമ്മെ ഓർപ്പിക്കും. हमारे मन में ऐसा शैतान कई कारण दिखाएगा जिस वजह से उसको नीचे करके देखे। പക്ഷേ നാം എപ്പോഴും നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞ ഈ വാക്കുകൾ ഓർത്തിരിക്കണം. हम हमेशा प्रभु का इस वचन को मन में रखना। പ്രിയപ്പെട്ടവരെ, ഒരു ഇടയൻ, 100 ആടുള്ള ഇടയൻ അതിലെ ഒരാടിന് എത്രമാത്രം വിലപ്പെട്ടതാണെന്നാണ് ആ വാക്യത്തിന് താഴെയുള്ള വാക്യത്തിൽ നിന്ന് ദൈവാത്മാവ് പറയുന്നത്. हम नीचे का पदों में प्रभु लिखा है कि 100 भेड़ें हैं चरवाहे के लिए, वो जो भेड़ों का उसका विचार क्या है वो लिखा है। 100 ആടുള്ള ആ നല്ല ഇടയൻ ഒരാട് ക്ഷീണിച്ചാൽ, ഒരാട് വീണുപോയാൽ ആടിനെ എങ്ങനെ പെരുമാറുമെന്ന് ഈ വേദഭാഗത്തിലൂടെ നമ്മോട് പറയും. ये नीचे के पदों में लिखा है कि 100 भेड़ जिसको है, उनका एक भी भेड़ कमजोर हो गया तो किस प्रकार चरवाहा व्यवहार करेंगे। പ്രിയപ്പെട്ടവരെ, നമ്മുടെ നല്ല ഇടയൻ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാട് നമ്മൾ മൂലം വീണുപോയാൽ ആ ഇടയൻ വന്ന് ആ ആടിനെ ആശ്വസിക്കും. यदि हमारे द्वारा हमारा जो भेड़ों में से कोई भी गिर गया तो हमारा अच्छा चरवाहा आकर उनको उठाएगा। ആ നല്ല ഇടയൻ ആ ക്ഷീണിച്ചുപോയ ആടിനെ തോളിലെടുക്കും. वो जो भेड़ जो कमजोर हो गया उसको अपने कंधों में लेंगे। ആഹാരം കഴിക്കാൻ പോലും കഴിയാതെയുള്ള വിഷമത്തിലാണെങ്കിൽ ആഹാരം ആ ഇടയൻ നൽകും. वो जो भेड़ को भोजन नहीं खा सकता तो भोजन देगा, दिलाएगा। സ്വന്തമായി കടന്ന് കയറി കഴിക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ അതിന്റെ ആഹാരം കൊണ്ടുവന്ന് ഇടയൻ കയ്യിൽ നൽകും, വായിൽ നൽകും. यदि वो भेड़ को खाने का स्वयं खा नहीं सकता तो उसको खिलाएगा। കൂടെയുള്ള ആടുകൾ മറന്നിട്ട് പോയാൽ നല്ല ഇടയൻ ആരെയും മറക്കില്ല.
जो साथी है वो भूलेगा तो भी अच्छा चरवाहा नहीं भूलते हैं। പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നാം കൂടെയുള്ള ആരെയും തുച്ഛീകരിക്കുവാൻ, ഇടറുവാൻ കാരണമാക്കുവാൻ ഒരിക്കലും ഇടവരാതിരിക്കണം. प्रभु हमें सहायता करे, कभी भी हम किसी को भी तुच्छ न माने, किसी को भी टॉकर करने का कारण हमारे द्वारा ना हो। ഇനി ഒരു പക്ഷേ മറ്റൊരാൾ തുച്ഛീകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. यदि हमको लगता है कि हमको और कोई तुच्छ मानते हैं तो हमें डरने का जरूरत नहीं, दुखी होने का जरूरत नहीं। ചിലരെന്നെ ഇടറുമാറാക്കുന്നെങ്കിൽ ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല. और कोई मुझे गिराने का प्रयास करता है तो दुखी होने का जरूरत नहीं, കാരണം നമ്മുടെ ഇടയൻ നല്ല ഇടയനാണ്. क्योंकि हमारा चरवाहा अच्छा चरवाहा है। 99 വിട്ടിട്ട് ഈ ഒന്നിലേക്ക് അവൻ കടന്നു വരുന്നവനാണ്. 99 को छोड़कर एक के पीछे वो आते हैं। മലകളിൽ ചെന്ന് തിരയുന്നവനാണ്. और वो पहाड़ों में जाकर ढूंढते हैं അതിനെ കോരിയെടുത്ത് തിരികെ കൊണ്ടുവരുന്നവനാണ്. और जाकर पाकर लेकर आने वाला है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. इन वचनों से परमेश्वर की आत्मा हमें सहायता करें। प्रभु के नाम की स्तुति हो।